നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2025 ജൂൺ മാസം 23-ാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം നറുക്കെടുക്കുന്ന ലോട്ടറി ഭാഗ്യധാര ലോട്ടറി ടിക്കറ്റിൻ്റെ വില 50 രൂപ. 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചാൽ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെ ഞാൻ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച 50 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഞാനീ പറയുന്ന നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. അത് ശ്രദ്ധാപൂർവം കേൾക്കുക. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം 4, പൂയം, ആയില്യം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1/4 നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. കന്നിക്കുറിൽപ്പെട്ട ഉത്രം 3/4, അത്തം, ചിത്ര 2 പാദം നാളുകാർ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അനുകൂലമായ ദിവസമാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം 4, അനിഴം, കേട്ട നാളുകാർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൊരുട്ടാതി 3/4 നാളുകാർ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുവാൻ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത. മറ്റു നാളുകാർക്ക് ദശാകാലം നേട്ടമാണെങ്കിൽ ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് ലോട്ടറി സമ്മാനം ലഭിക്കും. അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഭാഗ്യദേവത ഒരു ദിവസം കടാക്ഷിച്ചാൽ ആ ഒരു കടാക്ഷത്തിൽ കൂടി ഒരുപക്ഷെ നിങ്ങൾ കോടീശ്വരനാകാം, ലക്ഷപ്രഭുവാകാം. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുകൊണ്ട് ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുക. ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കുക. ഭാഗ്യദേവതയോട് പ്രാർത്ഥിക്കേണ്ടതൊക്കെ അറിയാമല്ലോ. അപ്പോൾ പ്രാർത്ഥിക്കുക, മനം നൊന്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ കടബാധയിൽ നിന്ന്, ഇപ്പോൾ ഞാൻ നേരിടുന്ന ധനപരമായിട്ടുള്ള വിഷയം, സാമ്പത്തിക വിഷയത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണം. ഒരുപാട് പേരാണ് എന്നെ നിന്ദിക്കുന്നത്. ഞാൻ പണം കൈകാര്യം ചെയ്തു പരാജയപ്പെട്ടു പോയി. എൻ്റെ സമയദോഷം കൊണ്ടാണ്. പക്ഷെങ്കിൽ മറ്റുള്ളവർ പറയുന്നതും കേൾക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ലോട്ടറി ടിക്കറ്റിൽ കൂടി എൻ്റെ ജീവിതം ഒന്ന് മാറ്റിമറിച്ച് ഒരു നല്ല നിലയിൽ എത്തിച്ചു തരണമേ. നല്ല നിലയിൽ ഞാൻ എത്തുവാൻ ഈ ലോട്ടറി ടിക്കറ്റ് ഉപകരിക്കപ്പെടണമേ. അങ്ങനെയൊക്കെ ഉള്ള ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയോടുകൂടിയൊക്കെ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഭാഗ്യദേവത ഒരുപാട് പേരുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യദേവതയ്ക്ക് തോന്നുന്നവരിൽ നിന്നും ആയിരിക്കും തിരഞ്ഞെടുക്കുക. അവരെ കുറച്ച് പേരെയൊക്കെ ഭാഗ്യദേവത സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് 1-ാം സമ്മാനം കൊടുക്കും. പിന്നെ കുറച്ച് പേരെ തിരഞ്ഞെടുത്ത് 2-ാം സമ്മാനം കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. എല്ലാ ദിവസവും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഒരു ലോട്ടറി ടിക്കറ്റ് 50 രൂപ കൊടുത്ത് എടുക്കുക. ഒത്തിരി ടിക്കറ്റ് എടുക്കുന്നത് ഭാഗ്യദേവതയ്ക്ക് ഇഷ്ടമല്ല. ഒരുപാട് ദൂരദേശത്ത് യാത്ര ചെയ്ത് പോയി ടിക്കറ്റ് എടുക്കുന്നതും ഭാഗ്യദേവതയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ പോകുന്ന യാത്രയിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നത് ഭാഗ്യദേവതയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ടിക്കറ്റ് എടുക്കുക. മക്കളെ ഓർക്കണം, ഭാര്യയെ ഓർക്കണം, കുടുംബത്തെ ഓർക്കണം, മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തെ ഓർക്കണം. മുഴുവൻ പൈസയും ലോട്ടറി ടിക്കറ്റും മദ്യവുമായിട്ട് ജീവിതം കളയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെയൊന്നും ഒരിക്കലും ഭാഗ്യദേവത തിരിഞ്ഞു നോക്കുക പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ഇപ്പോൾ ലോട്ടറി സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുള്ള കുറേ നമ്പറുകൾ ഭാഗ്യദേവത എൻ്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇവിടെ 4 അക്ക നമ്പറുകൾ 1 മുതൽ 9 വരെ ഉള്ള 4 അക്ക നമ്പറുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്യുക, എഴുതിയെടുക്കുക. ആ നമ്പറുള്ള ടിക്കറ്റുകൾ നോക്കിയെടുക്കുക. ഭാഗ്യദേവത ഒരുപക്ഷെ അനുഗ്രഹിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. ഈ 5000 രൂപ 2000 രൂപയൊക്കെ അടിക്കുന്ന നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി മനസ്സിലാക്കിയെടുക്കുക. ഇവിടെ 6 അക്ക നമ്പറുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക. കാരണം എങ്ങനെയാണ്, എപ്പോഴാണ്, ഇതുവഴിയാണ് ഭാഗ്യദേവത കടാക്ഷിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ഇഷ്ടപ്പെട്ട നമ്പറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് പോയി എടുക്കണം. അപ്പോൾ അങ്ങനെയാണ്. ചിലപ്പം തലേദിവസം അടിച്ച ആ ടിക്കറ്റ് തന്നെ അടുത്ത ദിവസവും ചിലപ്പോൾ ഭാഗ്യം വന്നെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട നമ്പർ നോക്കി സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് ടിക്കറ്റ് എടുക്കുക. എന്തായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ ചാനലിൽ കൂടി ഒരു ദിവസം ഒരാൾക്കൊരു 1-ാം സമ്മാനം ലഭിക്കും. ഇപ്പോൾ 5000 അടിക്കുന്നുണ്ട്, 2000 ഉണ്ട്, 1000 ഉണ്ട്, 50 ഉണ്ട് എന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ
സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ കൈവശം വരുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ 6 അക്ക സംഖ്യകളാണെങ്കിലും 4 അക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ 1 വരണം, 3 വരണം, 5 വരണം, 8 വരണം, 9 വരണം. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ വരുന്ന ലോട്ടറി ടിക്കറ്റുകളൊക്കെ നോക്കിയെടുക്കുക. അല്പം സമയം കളഞ്ഞ് കണക്കൂട്ടിയൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കുക. ചിലപ്പോൾ ഭാഗ്യദേവത നിങ്ങളെ ഒരു കണക്കൂട്ടലിൽ കൂടിയായിരിക്കാം ഭാഗ്യം തരുന്നത്. അപ്പോൾ അങ്ങനെ ചിലർ കണ്ണു അടച്ചൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണമൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക. ഈ ചാനലിൽ കൂടി ഈ വിവരങ്ങൾ അറിഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നവരെ ഭാഗ്യദേവത സമ്മാനം കൊടുക്കാതെ ഒരിക്കലും വിടത്തില്ല. ആർക്കെങ്കിലും കുറച്ച് പേർക്ക് സമ്മാനമൊക്കെ കൊടുക്കും. അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ ബ്രെയിൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.